ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 25 മാർക്കാണ്, 1.5 മണിക്കൂറാണ് എക്സാം എഴുതാനുള്ള സമയം. താഴെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 6 പ്രവർത്തനത്തിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 5 സ്കോർ വീതമാണ്. ഒന്നാമത്തെ പ്രവർത്തനം, കേരളത്തിൽ വളരെയധികം നാടൻ കളികൾ ഉണ്ട്. കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് നാടൻ കളി ഏറെ പ്രയോജനപ്രദമായിരുന്നു. കുഴിപ്പന്ത് കളിക്ക് തെങ്ങോല കൊണ്ട് പന്ത് ഉണ്ടാക്കി ഉപയോഗിക്കുന്നു. കളിക്കുന്ന കുട്ടികൾക്ക് ഓരോ ചെറിയ കുഴി ഒരേ വലിപ്പത്തിൽ നേർരേഖയിൽ ഉണ്ടാക്കുന്നു. കുഴികളുടെ രണ്ടറ്റത്തായി 2 പേർ നിൽക്കുന്നു. ഒരാൾ കുഴിക്ക് മുകളിലൂടെ പന്ത് ഉരുട്ടുമ്പോൾ ആരുടെ കുഴിയിൽ വീണോ ആ ആൾക്ക് ആ പന്തെടുത്ത് മറ്റുള്ളവരെ എറിയാം. ഏറുകൊണ്ട ആൾ അടുത്തയാളെ ഉന്നം വെക്കുന്നു. വീണ്ടും ഇത് ആവർത്തിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു നാടൻ കളിയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വിവരണമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചോദ്യം, ഇവിടെ ഏതു കളിയെക്കുറിച്ചാണ് പറയുന്നത്? ഏതു കളിയെക്കുറിച്ചിട്ടാണ്? കുഴിപ്പന്തു കളിയെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം എന്ന് പറയുന്നത് കുഴിപ്പന്തു കളി. ബി, ശീർഷകം നൽകൂ. ഈ ഒരു തന്ന പാരഗ്രാഫിന് ശീർഷകം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തു കൊടുക്കാം? നാടൻ കളികൾ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ കുഴിപ്പന്ത് കളി എന്ന് നിങ്ങൾക്ക് കൊടുക്കാം. ഇനി സി, നാടൻ കളികൾ കൊണ്ടുള്ള പ്രയോജനം എന്ത്? എന്തൊക്കെ പ്രയോജനമാണ് ഇതിൽ പറയുന്നത്? കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് പ്രയോജനപ്രദമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഉത്തരമായിട്ട് എഴുതേണ്ടത് കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് പ്രയോജനപ്രദമാണ് എന്ന് എഴുതുക. ഇനി ഇതിലെ ഡി നോക്കൂ. ഈ കളിക്ക് പറ്റുന്ന 2 നിയമാവലി തയ്യാറാക്കൂ. ഇവിടെ ഒരുപാട് നിയമാവലി തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 2 എടുത്ത് എഴുതിയാൽ മതി. കളിക്കുന്ന കുട്ടികൾക്ക് ഓരോ ചെറിയ കുഴി ഒരേ വലിപ്പത്തിൽ നേർരേഖയിൽ ഉണ്ടാക്കണം. കുഴിയുടെ അറ്റത്തായി 2 പേർ നിൽക്കണം. അപ്പോൾ ഏതെങ്കിലും 2 നിയമാവലി നിങ്ങൾ എഴുതുക. ഓക്കെ. ഇനി പ്രവർത്തനം 2 നോക്കൂ. കാട്ടിൽ കൂട്ടുകാരോടൊപ്പം നടത്തിയ കളിയെക്കുറിച്ച് കണ്ണൻ വീട്ടിലെത്തി അമ്മയോട് വിവരിച്ചത് ഒരു വർണ്ണനയായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ കണ്ണനും കൂട്ടുകാരും കൂടെ കളിച്ചത് എന്നൊക്കെ നമ്മളൊന്ന് എഴുതിയാൽ മതി. അപ്പോൾ എങ്ങനെ എഴുതാം? അമ്മേ, ഞാനും കൂട്ടുകാരും കാട്ടിൽ പോയി കുസൃതി നിറഞ്ഞ കളികൾ കളിച്ചു. മയിൽ കൂകുമ്പോൾ ഒപ്പം കൂകിയും കുയിലുകൾ പാടുമ്പോൾ അവയോടൊപ്പം പാട്ടുപാടുകയും ചെയ്തു. പക്ഷികളുടെ നിഴൽ പിടിക്കാൻ ഓടുകയും അരയന്യങ്ങളുടെ പിന്നാലെ നടന്ന് അവയെപ്പോലെ കരയുകയും ചെയ്തു. സ്വന്തം നിഴലിനോട് സംസാരിച്ചും ഒച്ച വെക്കുമ്പോഴുള്ള മാറ്റൊലി കേട്ടും കുരങ്ങന്മാരുടെ വാലിൽ പിടിച്ചു വലിച്ചും ഞങ്ങൾ ഒരുപാട് കളിച്ചു. ഇത്തരം കളികൾ ഒന്നും ഞങ്ങൾ സാധാരണ കളിക്കാറില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ പ്രകൃതിയോട് ഇണങ്ങി ഒരുപാട് കളിച്ചു അമ്മേ എന്ന് പറയാം അല്ലേ. അപ്പോൾ കണ്ണൻ അമ്മയോട് പറയുന്ന വിവരണമാണ് നമ്മളിവിടെ തയ്യാറാക്കേണ്ടത്. എന്തൊക്കെ കളിയാണെന്ന് നമുക്കതിൽ എഴുതണം. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ വാക്ക് നണ്ണി എന്നുള്ളതാണ്. നണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുതി വിചാരിച്ചു എന്നാണ് അർത്ഥം. രണ്ടാമത്തേത് കന്നുകൾ. കന്നുകൾ എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ എന്നാണ് അർത്ഥം. ഓക്കെ. ഒന്നാമത്തേത് കരുതി വിചാരിച്ചു എന്നതും രണ്ടാമത്തേത് കന്നുകാലികൾ എന്നുള്ളതുമാണ്. പ്രവർത്തനം 3, ചോമോയിലെ കായികമേളയുടെ പ്രത്യേക ഇനങ്ങൾ നമുക്കറിയാമല്ലോ. അതിനായി അവർ ഒരു പോസ്റ്ററും തയ്യാറാക്കിയിട്ടുണ്ടാവില്ലേ? അതിൻ്റെ ഒരു മാതൃക തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് പോസ്റ്റർ എഴുതുമ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്? നല്ല ഒരു കോളം വരച്ചിട്ട് അതിലാണ് പോസ്റ്റർ എഴുതേണ്ടത്. എന്തെങ്കിലും കായിക ഇനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിത്രം വരക്കുക. എന്തിനെ കുറിച്ചിട്ടാണോ പോസ്റ്റർ അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ചെറിയ ചിത്രം നിങ്ങൾ വരക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ചോമോയിലെ കായികമേള എന്ന് ഹെഡിങ് കൊടുക്കാം. ഓക്കെ. ചോമോയിലെ കായികമേള. ആവേശോജ്വലമായ കായിക ഇനങ്ങൾ എന്തൊക്കെയായിരുന്നു? 3 കാലിലോട്ടം, മീൻ വായിലോട്ടം, റിലേ ഓട്ടം. പങ്കെടുക്കൂ, വ്യത്യസ്ത സമ്മാനങ്ങൾ നേടൂ. അപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞു പോസ്റ്റർ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. പ്രവർത്തനം 4 പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി എന്ന പാഠഭാഗത്തിലെ സുമംഗലയെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ പെൺകുട്ടികൾക്ക് ആ കളി കളിക്കാൻ പറ്റില്ല, അത് പാടില്ല എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. യോജിക്കുന്നുണ്ടോ? എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇല്ല അല്ലേ. ഈ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം പന്ത് കളിക്കാൻ ആഗ്രഹിച്ച് മൈതാനത്ത് എത്തിയ സുമംഗലയോട് പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടണോ? അവർക്ക് പറ്റിയ കളിയാണോ? നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക് എന്ന് പറഞ്ഞു പ്രകാശനും കൂട്ടുകാരും കളിയാക്കി ചിരിച്ചു. ഈ വിവരം വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പെൺകുട്ടികൾക്ക് പാടില്ലെന്ന് ആരാണ് പറഞ്ഞതെന്ന് അമ്മ ചോദിക്കുന്നു. മാത്രമല്ല അമ്മ അവനെ ലോകകപ്പിലെ വനിതാ ഫുട്ബോൾ മത്സരങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. പെൺകുട്ടികൾക്കും ഫുട്ബോൾ കളിക്കാൻ കഴിയും, അതിനുള്ള അവകാശവുമുണ്ട്.
ഇടപെടുന്ന എല്ലാ മേഖലകളിലും ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ അവസരം ലഭിക്കണം. പുരുഷന്മാരെ പോലെ തന്നെ എല്ലാ രംഗങ്ങളിലും ഇപ്പോൾ സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ മാറേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെക്കുറിച്ചിട്ടൊരു അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഇനി പ്രവർത്തനം 5 നോക്കൂ. ഈ ഉൾച്ചേർന്ന പദങ്ങൾ കണ്ടെത്തി എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ഒന്നാമതെത്തി എന്നാണ് തന്നിട്ടുള്ളത്. അതിൽ ഏതാണ് ഉൾച്ചേർന്ന പദങ്ങൾ? ഒന്നാമത് എത്തി അല്ലേ, 2 പദങ്ങളാണ് അവിടെ ഉള്ളത്. അത് രണ്ടും കൂടി ഇഴകിച്ചേരുമ്പോഴാണ് ഒന്നാമതെത്തി എന്നാവുന്നത്. അപ്പോൾ അവിടെ ഒന്നാമത് എത്തി എന്ന് ആക്കുക. ഇനി ഇളകി ആടുക എന്നുള്ളതോ? ഇളകി ആടുക, 2 പദങ്ങളാണ്, ഇളകി ആടുക. ഇനി ഇതിലെ ബി നോക്കൂ. കേകി എന്ന പദത്തിന് ഒരു പകരപദം എഴുതുക. എന്താണ് കേകി എന്ന പദത്തിലുള്ള പകരപദം? ഇളകി ആടുക എന്നൊക്കെ, മയില് എന്നതാണ്. കേകി എന്നതിൻ്റെ പകരപദം മയില് എന്നതാണ്. ഇനി കൃഷ്ണഗാഥയുടെ കർത്താവ് ആരാണ്? ചെറുശ്ശേരി അല്ലേ, ചെറുശ്ശേരിയാണ്. ഡി ടോട്ടോച്ചാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരായിരുന്നു ടോട്ടോച്ചാൻ വിവർത്തനം ചെയ്തത്? തെസ്കോ കുറോയാനഗി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു 5ാമത്തെ പ്രവർത്തനം. ഇനി 6ാമത്തേതിലേക്ക് നമുക്ക് കടക്കാം. പ്രവർത്തനം 6 ടോമോയിലെ കായികമേളയുടെ പ്രത്യേകതകൾ ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. എന്തൊക്കെയായിരുന്നു പ്രത്യേകതകൾ? നമുക്കറിയാം, മറ്റ് എലിമെന്ററി സ്കൂളുകളിൽ നടത്തിയിരുന്ന മത്സരങ്ങളിലെ വടംവലിയും 3 കാലിലോട്ടവും മാത്രമായിരുന്നു സ്കൂളിലെ കായികമേളയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. കൂടാതെ പുതിയ ചില മത്സരങ്ങൾ കൊമ്പയാശി മാസ്റ്റർ കണ്ടുപിടിച്ചിരുന്നു. വലിയ കായിക സാമഗ്രികൾ ഒന്നും ആവശ്യമില്ലാത്ത മത്സരങ്ങൾ ആയിരുന്നു. മീൻ വായിലോട്ടം ഉദാഹരണം. മീനിന്റെ ആകൃതിയിൽ നിർമ്മിച്ച കുഴിയുടെ ഉള്ളിലൂടെ കടന്ന് തിരിച്ചിറങ്ങുന്ന രസകരമായ കളിയായിരുന്നു അത്. വടംവലി മത്സരത്തിൽ വടം ആഞ്ഞുവലിച്ചും ആർപ്പുവിളിയുമായി കൊമ്പയാശി മാസ്റ്ററും അധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും. വടംവലിയിൽ പങ്കെടുക്കാനാകാത്ത യാസുക്കി ജാനെ പോലെയുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും. സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും വ്യത്യസ്തമാണ്. ആരും ദീർഘദൂരം ഓടേണ്ടതില്ല. കായികമേളയിൽ ഇത്തിരിയോളം പോന്ന കൈകാലുകളുടെ ഉടമയായ തകാഹാഷി എല്ലാ ഇനത്തിലും ഒന്നാമതെത്തിയത് എല്ലാവരെയും അതിശയിപ്പിച്ചു. ആദ്യമായി കായികമേളയിൽ പങ്കെടുക്കുന്ന ടോട്ടോജാനെ പോലുള്ള കുട്ടികളുടെ മേള ആസ്വാദികരമായിരുന്നു. സമ്മാന വിതരണത്തിലും മാസ്റ്ററുടേതായ സവിശേഷതകൾ ഉണ്ടായിരുന്നു. സമ്മാനമായി നൽകിയിരുന്നത് ചേന, മത്തങ്ങ, ഉരുളക്കിഴങ്ങ്, ചീര എന്നിവയൊക്കെ ആയിരുന്നു. എല്ലാ രീതിയിലും ടോമോ സ്കൂളിലെ കായികമേള വളരെ സവിശേഷതകൾ ഉള്ളതായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ടോമോ സ്കൂളിലെ കായികമേളയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു, എല്ലാത്തിൻ്റെയും ആൻസറും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.